ഇന്നത്തെ ദിവസം ഇന്ന് 2025 നവംബർ മാസം 11 നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട ഹോളിവുഡ് താരം ലിയാനോ ഡി കാപ്രിയോയുടെ 51ാം ജന്മദിനമാണിത്. ലോകം ആരാധിക്കുന്ന ഡിക്കാപ്രിയോയുടെ ജീവിതം ഓരോ ആരാധകനെയും അത്രമേൽ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു ഡിക്കാപ്രിയോയുടെ ബാല്യം. നല്ല വസ്ത്രങ്ങളോ നല്ല ഭക്ഷണമോ ഒന്നുമില്ല. പക്ഷേ ഒന്നുണ്ടായിരുന്നു, ഒരു വലിയ സ്വപ്നം. ഹോളിവുഡ് സിനിമാ ലോകത്തെ ഒരു നടനായി മാറുക. മകന്റെ സ്വപ്നങ്ങൾക്കായി അമ്മ ഇർമലിൻ ഒപ്പം നിന്നു. ഓഡീഷന് പോകുമ്പോൾ ബസ് ചാർജിനുള്ള പണം പോലും പലപ്പോഴും ഉണ്ടാകാറില്ല. എങ്കിലും ഓഡീഷൻ തിയേറ്ററിന്റെ വാതിൽക്കൽ വെച്ച് അമ്മ പറയും, ലിയോ, നമ്മൾ ഇന്ന് തോറ്റാലും നാളെ വീണ്ടും വരുമെന്ന്. ഈ നഗരം നമ്മളെ പുറത്താക്കിയാലും നിന്റെ സ്വപ്നം നിന്നിൽ നിന്നും എടുത്തു മാറ്റാൻ അവർക്ക് കഴിയില്ല എന്ന്. അത് ഡിക്കാപ്രിയോയ്ക്ക് ഓസ്കാർ നേടാനുള്ള പ്രചോദനമായിരുന്നില്ല. മറിച്ച് ദാരിദ്ര്യത്തിൽ നിന്നും തൻ്റെ അമ്മയെ രക്ഷിക്കണം എന്നുള്ള ഒരു മകൻ്റെ പ്രതിജ്ഞ കൂടിയായിരുന്നു. അമ്മ ഇർമലിൻ ഒറ്റയ്ക്കാണ് അവനെ വളർത്തിയത്. പക്ഷേ ലോസ് ആഞ്ചലസിൽ ഡിക്കാപ്രിയോ ജീവിച്ചിരുന്ന ഏരിയ ലഹരികളുടെയും കുറ്റകൃത്യങ്ങളുടെയും ഒരു കേന്ദ്രമായിരുന്നു. ഓരോ ദിവസവും പുറത്തു പോകുമ്പോൾ വിശപ്പിനേക്കാൾ വലിയ ഭയം അവിടെ കണ്ട കാഴ്ചകളായിരുന്നു. ബാല്യകാലത്ത് ഒരു സംഭവം പറയാം. 10 വയസ്സുള്ളപ്പോൾ ലിയോ തൻ്റെ കൂട്ടുകാരുമായി കളിക്കുന്നതിനിടയിൽ ഒരു കെട്ടിടത്തിൻ്റെ ജനൽ ചില്ല് അബദ്ധത്തിൽ എറിഞ്ഞു തകർത്തു. പോലീസുകാരൻ അവിടെ എത്തി ഭയന്നു വിറച്ച ലിയോയെ പിടികൂടി. ശിക്ഷ കിട്ടുമെന്നതിനേക്കാൾ അമ്മ അറിഞ്ഞാൽ ദേഷ്യപ്പെടുമോ എന്നായിരുന്നു ലിയോ പേടിച്ചത്. അമ്മയെ പോലീസ് വിളിച്ചു വരുത്തി. അമ്മ പോലീസുകാരനോട് മാപ്പ് പറയുകയോ ലിയോയെ വഴക്ക് പറയുകയോ ചെയ്തില്ല. പകരം അവർ ലിയോയുടെ നേർക്ക് തിരിഞ്ഞ് ശാന്തമായി എന്നാൽ ദൃഢമായ സ്വരത്തിൽ പറഞ്ഞു, ലിയോ, നീ ഇപ്പോൾ നിൽക്കുന്നത് തെറ്റായൊരു സ്ഥലത്താണ്. നിനക്ക് തിരഞ്ഞെടുക്കാൻ 2 വഴികളുണ്ട്. ഒന്നുകിൽ ഈ തെരുവിൽ, അതല്ലെങ്കിൽ നിന്റെ സ്വന്തം ലോകം പണിയാം. നിന്റെ ജീവിതം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. പാഠം പഠിക്കേണ്ടതും നീയാണ്. അമ്മയുടെ ആ വാക്കുകൾ ആ കൊച്ചു മനസ്സിനെ, 10 വയസ്സുള്ള ആ കുഞ്ഞിനെ ആഴത്തിൽ സ്പർശിച്ചു. ശിക്ഷിക്കുന്നതിന് പകരം ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയായിരുന്നു ആ അമ്മ. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ആ ചുറ്റുപാടിൽ നിന്നും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതും തൻ്റെ മുഴുവൻ ശ്രദ്ധയും സിനിമയിലും അഭിനയത്തിലും കേന്ദ്രീകരിക്കാൻ അവന് കഴിഞ്ഞതും അമ്മയുടെ ആ ഇടപെടലിലൂടെയാണ്. ഇന്ന് ഡിക്കാപ്രിയോയുടെ ജീവിതം പറയുന്നു, ജീവിത ചുറ്റുപാടിന് ഏതു സാഹചര്യത്തിലും അവനെ കൊണ്ടുപോകാമായിരുന്നു എന്ന്. പക്ഷേ അതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഡിക്കാപ്രിയോയെ എത്തിച്ചത്. ലിയാനാർഡോ ഡിക്കാപ്രിയോയുടെ വാക്കുകൾ പോലെ കഷ്ടപ്പാടുകളോട് നന്ദിയുള്ളവരാകാം. കാരണം അവയാണ് നിങ്ങളെ നിങ്ങളാക്കി മാറ്റിയതല്ലേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും പരാജയങ്ങളും പരിഹാസങ്ങളും ഒക്കെയും നേരിടേണ്ടി വരും. അങ്ങനെ നേരിടേണ്ടി വന്നിട്ടുള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. പക്ഷേ എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യമാണല്ലേ. അത് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ളതാണോ എന്നത് നമ്മുടെ മാത്രം ചോയ്സാണ്.